ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല ഗൈസ്, ഒരു ജേർണൽ ബുക്ക് മേക്കിംഗ് ആണ് ഗൈസ്. ഒരു നല്ലൊരു കട്ടിയുള്ള ഇതിന് വേണ്ടിയിട്ട് ബോർഡിന് വേണ്ടിയാണ് ഗൈസ് ഞാൻ എക്സാം ബോർഡ് എടുത്തിരിക്കുന്നത്. മൈലേജ് ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണം, അത് വല്ലാത്തൊരു മൈലേജ് ചെയ്യിക്കുന്നത്. സോ കണ്ട് ഞാൻ കണ്ട് ഒരു നല്ലൊരു കട്ടിയുള്ളൊരു എക്സാം ബോർഡാണ് ഗൈസ് എടുത്തിരിക്കുന്നത്. സോ എക്സാം വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഗ്രീഡ് ലൈൻസ് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ഏറ്റവും നല്ലത് ഗ്രീഡ് ലൈൻ പേപ്പേഴ്സാണ്. അത് ഗ്രീഡ് ലൈൻ എടുക്കുമ്പോൾ നമ്മൾ A4 എടുക്കുമ്പോൾ അതിന് കുറച്ച് എക്സ്ട്രാ പീസസ് വരാറുണ്ടാവും, ഒരു വൈറ്റ് കളർ പീസസ്. ആ വൈറ്റ് കളർ പീസസൊക്കെ കട്ട് ചെയ്യുകയാണ് നല്ലത്. ഇപ്പം A4 ഷീറ്റ് എടുക്കുന്നുണ്ട്, അങ്ങനത്തെ ആവശ്യത്തില്ല. ഇതുപോലത്തെ 35 A4 ഷീറ്റ് ഞാൻ എടുക്കുന്നുണ്ട്. സോ ഞാൻ എന്നിട്ട് ഈ വീഡിയോ നമുക്ക് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഗൈസ് ഞാനൊന്നും കാണിക്കാതെ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ ഒരു ബുക്ക് ഉണ്ടാക്കും അതുപോലത്തെ സെയിം പ്രോസസ്സാണ് ഗൈസ് ഈ ഒറ്റൊരു ബുക്ക് ഉണ്ടാക്കാം. പ്രോസസ്സൊന്നും ചിലർക്ക് മനസ്സിലായി കാണില്ല. സോ പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതുപോലെ എടുത്തിട്ട് അപ്പുറത്തെ എൻഡിലോട്ട് സെയിം സൈഡിൽ തന്നെ മടക്കും. സോ ഇതുപോലെ നമ്മൾ അട്ടിക്കട്ടിക്ക് 35 പേപ്പേഴ്സ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും വെച്ച് കഴിഞ്ഞാൽ, അതാ ഓൾറെഡി 35 ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇതാണ് ഗൈസ് 35 ഞാൻ ചെയ്യുന്നത് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ക്ലിപ്പ് വെക്കണം. ആക്ച്വലി ക്ലിപ്പാണ് വേണ്ടത്. എൻ്റെ അങ്ങനത്തെ ഒരു ക്ലിപ്പില്ലാത്തത്, എനിക്ക് ക്ലോത്ത് ക്ലിപ്പ് പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടത് ലോണ്ടറി ക്ലിപ്പ് പോലും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു ക്രാഫ്റ്റിംഗ് ക്ലിപ്പ് പോലത്തെ ഒരു സാധനമാണ് ഞാൻ എടുത്ത് കുത്തി വെച്ചിരിക്കുന്നത് ഗൈസ്. സോ ഓൾറെഡി ഞാൻ 35 വെച്ചിട്ടുണ്ട്, ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. സോ 35 പറഞ്ഞാൽ ധാരാളമാണ് ഗൈസ്. ജസ്റ്റ് ഒന്ന് 2, 3, 4, 5 വട്ടം തട്ടിയാൽ മതി ഗൈസ്. പിന്നെ നോട്ട് പോയിൻ്റ് പശ തേക്കുന്നത് ഒരിക്കലും നമ്മൾ ഓപ്പണിംഗ് ഭാഗത്ത് തേക്കരുത്. ഈ ഒരു ബാക്ക് സൈഡിൽ വേണം തേക്കാനായിട്ട്. പക്ഷെ അതാണ് കട്ടിയിൽ ഈ ഒരു ഭാഗത്ത് വേണം നമ്മൾ തേക്കാൻ. ഇവിടെ നമ്മൾ തേക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പശ തേക്കാൻ വേണ്ടി പശ എടുത്തിട്ട് വിട്ട് ഗൈസ്. അപ്പോൾ പശ എടുത്തിട്ട് നമുക്ക് കാണാം. പേപ്പറിൻ്റെ കാറ്റ് പറയുന്നില്ല ഞാൻ. പക്ഷെ ഞാനപ്പോൾ പെട്ടെന്ന് പശ എടുത്തിട്ട് വരാം. ഓക്കെ, സോ ഗൈസ് ഞാൻ ഒരു പശ എടുക്കാമെന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ എടുത്തിട്ട് വന്നതുണ്ട്. പശ ഓർഗനൈസർ തന്നെ ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇതിൽ ഏത് പശ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇതാണ്ട് കുറേ പശകളുണ്ട് ഗൈസ്. 3 ഇങ്ങനത്തെ ടൈപ്സ് പശകളുണ്ട്. 1 ഇങ്ങനത്തെ ഇതുണ്ട്. പിന്നെ ട്യൂബ്സിലായിട്ട് ഇതാണ് 2 ഫെവിക്കോൾസ് ഉണ്ട് ഗൈസ്, കുട്ടി ഫെവിക്കോൾസ്. പിന്നെ അതാണ്ട് എനിക്കിതുണ്ട് ഈ ഒറ്റൊരു പശയും കൂടെ ഞാൻ എടുക്കാം. നല്ലത് ഫെവിക്കോളാണ്, ബട്ട് ഞാൻ ഫെവിക്കോൾ തന്നെ എടുക്കാം ഗൈസ്. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഒരു ഫെവിക്കോൾ ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു ഫെവിക്കോളാണ്. മറ്റേ തുറക്കുന്ന ഫെവിക്കോളില്ല ഗൈസ്, ഓപ്പ് ചെയ്തിട്ട് അതിലാണെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആവത്തില്ല. ഇതിപ്പോൾ മുട്ടുസൂചിയൊക്കെ വെച്ചിട്ട് ഓട്ടയൊക്കെ ആക്കണം. സോ അതൊക്കെ ചെയ്തിട്ട് ഞാനിപ്പം വരാം ഗൈസ്. പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. മിക്കവാറും ഞാൻ ഈ ട്യൂബ്സിൽ കുറച്ച് നോട്ടോട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. സോ നമുക്ക് ഈ ട്യൂബ്സും കൂടെ എടുത്തേക്കാം. സോ ഈ 3 പശയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ ഗൈസ്. അതൊക്കെ പോയിട്ടുണ്ട് ഗൈസ്. അപ്പം ആദ്യം നമുക്ക് സ്പീക്കറുകളിൽ നിന്ന് തുടങ്ങാം ഗൈസ്. സോ ഈ സ്പീക്കറുകളില്ലാണ്ട് തന്നെ നമ്മൾ സ്പീക്കറുകളിൽ നിന്ന് തുടങ്ങണം. ഓക്കെ ഗൈസ്, ഞാൻ എൻ്റെ പേപ്പേഴ്സൊക്കെ കൊണ്ടുവരട്ടെ. അപ്പോൾ ഞാൻ തന്നെ ആദ്യം നോക്കട്ടെ ഏത് സൈഡാണ് പശ തേക്കേണ്ടതെന്ന്. ഇപ്പുറം തേക്കരുത്, ഇപ്പുറത്തെ സൈഡാണ് നമുക്കിപ്പോൾ തേക്കേണ്ടതായിട്ടില്ല. കണ്ടില്ല ഗൈസ്. ഓക്കെ ഗൈസ്, അത് കുറച്ചൊരു തട്ടാം. തേക്കേണ്ട സ്ഥലത്തൊന്ന് നമ്മൾ തട്ടുന്നുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, സോ
തട്ടുള്ള സ്ഥലത്ത് ചെറുതായിട്ടൊന്ന് തട്ടി കഴിഞ്ഞാൽ സെറ്റായിക്കോളും ഗൈസ്. പിന്നെ ഇതെന്താ പോകുന്നത്, ഈ സാധനം എൻ്റെ പശ ഓർഗനൈസറിന് എന്താ പറ്റിയിട്ടുണ്ട് ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നുണ്ട് കുട്ടി. സോ നമുക്ക് എന്താണ്ട് ജസ്റ്റ് ഒന്ന് എന്താണ്ട് തട്ടിയൊക്കെ ഒന്ന് കൊടുക്കാം. പിന്നെ ഞാൻ ഇതാണ്ട് തട്ടിയിട്ടൊക്കെ ഉണ്ട് ഗൈസ്. ഇനി തട്ടിയ സാധനം ഇതാണ്ട് നമുക്കൊന്ന് ഗമ്മൊക്കെ ഒന്ന് തേക്കണം. സെക്കൻഡിന് വേണ്ടി ഞാൻ തന്നെ എൻ്റെ കുട്ടി ഒമ്മേ അതാ ഒടിഞ്ഞ് വീഴുന്നു, അതാ പോകുന്നില്ല ഒരു കൂടെ. ഇതുപോലെ ഒരിക്കലും നിങ്ങളുടെ പശ സാധനം പോകരുത് ഗൈസ്. ഞാനിതൊന്ന് തുറക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ മറ്റേ സാധനം തുറക്കുന്ന ഓരോക്കെ തുറക്കുന്നുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ പശ എന്ന് പറയുന്നത്. ഉമ്മ അതാ വരുന്നു. പിന്നെ ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞേക്കാം, പശ തേക്കുമ്പോൾ ഒട്ടും പിശുക്ക് കാണിക്കേണ്ട ഗൈസ്. നല്ലോണം തേച്ചോളി ഗൈസ്. കാരണം കണ്ട ഇതുപോലെ നല്ലോണം നമുക്ക് പിശുക്കില്ലാതെ വേണം പശകൾ കിട്ടാൻ വേണ്ടി. സോ നിങ്ങൾ പിശുക്ക് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പശയും പിശുക്ക് കാണിക്കും. സോ പശ പിശുക്ക് കാണിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ പ്രശ്നമാവും. സോ പിശുക്ക് കാണിക്കാത്തതിൻ്റെ പ്രശ്നമാണ് ഗൈസ് ഈ കാണുന്നത്. എൻ്റെ കയ്യമലയായി ഗൈസ്, അത് ഉറപ്പായി നമ്മുടെ കയ്യമലയാക്കും ആവണം. ആയില്ലെങ്കിലും ഞാനാക്കി തരാം നിങ്ങൾക്ക്. കാരണം ഈ ഒരു ക്രാഫ്റ്റിൽ തന്നെ നമുക്ക് കൈ യൂസ് ചെയ്യേണ്ടതുണ്ട്. സോ കുറച്ച് കയ്യിലൊക്കെ പശയാവുന്നത് നല്ലതാണ് ഗൈസ്. കാരണം എന്തായാലും ഇപ്പോൾ നമുക്ക് ആയിരിക്കും പശ. ഇപ്പം നമ്മളിത് തേക്കുമ്പോൾ കുറച്ച് നേരത്തെയാണെന്നേ ഉള്ളൂ. എനിക്കിപ്പം ആയത് ഇത് ഞാൻ യൂസ് ചെയ്യുന്ന പോലത്തെ ട്യൂബ് പശകളുടെ ബാക്കിൽ കണ്ടോ ഗൈസ്, ഇതുപോലൊരു സാധനം ഉണ്ടാവും. അതിങ്ങനെ ഉരയ്ക്കാൻ വേണ്ടിയാണ് ഗൈസ്, തേക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ആ സാധനം യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനത്തെ പശയിലുള്ള ഈ ഒരു ബാക്ക് ഭാഗം നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എത്തേണ്ട അടുത്തൊന്നും ചിലപ്പം എത്തത്തില്ലായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ പേജുകളൊക്കെ ഓരോരോ ആഴ്ചകളും മാസങ്ങളൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വിട്ടുവരും. അടുത്ത പോയിൻ്റ് അനുഭവത്തെന്ന് പറയുന്ന പോലെ ഇല്ലേ, യെസ് ഓഫ് കോഴ്സ് ഗൈസ്. എനിക്കൊരു വട്ടം പറ്റിയിട്ടുമുണ്ട് ഗൈസ് അതുപോലെ. അതുകൊണ്ട് തന്നെയാണ് ഗൈസ് ഞാൻ ഉറപ്പായിട്ട് ഇങ്ങനെ പറയുന്നത്. പിന്നെ നല്ലോണം തേക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നല്ലോണം പശ പിടിക്കാൻ മാത്രമല്ല നല്ലോണം തേക്കുന്നത്. സോ ഗൈസ് ഞാനുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തന്നെ പശ തേക്കുന്നുണ്ട് ഗൈസ്. അവസാനം എൻ്റെ പശ ടേപ്പ് ഇങ്ങനെ അയച്ചിട്ടുണ്ട്. മുഴുവനും ഒട്ടും പിശുക്കില്ലാതെ നല്ലോണം ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് നേരെ നമുക്ക് അതാണ്ട് സ്പ്രെഡ് ചെയ്യാം. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ കയ്യിൽ എന്തായാലും ആവുന്നു. സോ ഞാനതാണ്ട് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗൈസ്.
ഗൈസ് എല്ലായിടത്തും ആക്കണം ഗൈസ്. അതാണ് ഗൈസ് ഈ സ്പ്രെഡിങ് പരിപാടി ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഗൈസ് ഒട്ടും പിശുക്ക് കാണിക്കണ്ട. അതായത് നമ്മുടെ കയ്യിൽ പറ്റാൻ വന്നതാണ് കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. പിന്നെ പിശുക്ക് കാണിച്ച് കഴിഞ്ഞാൽ അധികം പിശുക്ക് കാണിച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നവും വരും ഗൈസ്. സോ പിശുക്കിൻ്റെ പരിപാടിയെ അങ്ങ് ഒഴിവാക്കി കൊടുക്കുകയാണെങ്കിൽ ഒട്ടും പ്രശ്നമില്ല. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ കിട്ടും ഗൈസ്. നല്ല സെറ്റായി കിട്ടുന്നത്. ഞാൻ താഴെ മുകളിലോട്ടേക്ക് തേച്ച് വരുന്നുണ്ട് ഗൈസ്. കുറച്ച് വരകളൊക്കെ വീഴുന്നുണ്ട് ഗൈസ്. കണ്ടോ ഗൈസ്, എൻ്റെ കയ്യിലിപ്പം കണ്ടോ ഗൈസ് കുറച്ച് വരകളൊക്കെ. അതുപോലെ നല്ല സ്മൂത്താക്കിയിട്ട് മെല്ലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാധനം ഉള്ളിലിട്ട് പോകും. പിന്നെ നമ്മൾ തന്നെ ഉണക്കാൻ വേണ്ടി ഒരിടത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് സെറ്റാക്കി വെക്കാം. എന്നിട്ട് ഇതുപോലെ ഇരിക്കുന്ന നിങ്ങളുടെ കയ്യിൽ നിന്ന് കഴുകി പെർഫെക്റ്റ് ആക്കിയിട്ട് വരണം. അതുകൊണ്ട് ഇതൊക്കെ ഞാനൊന്നെൻ്റെ ഇതിലോട്ടേക്ക് വിടട്ടെ. ഗൈസ് സാധനത്തിലോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഗൈസ്. എൻ്റെ സാധനങ്ങളൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഞാൻ ഇടേണ്ട സ്ഥലത്തൊക്കെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കെന്താ പരിപാടി ചോദിച്ചു കഴിഞ്ഞാൽ ചട്ടി ഉണ്ടാക്കണം. പിന്നെ കുറച്ച് ക്യൂട്ട് ആൻഡ് കവായി ആക്കി എടുക്കണം ഈ ഒരു പണ്ടാരത്തിന്. അപ്പം അത് ചട്ടി ഉണ്ടാക്കിയാലേ ശരിയാവുള്ളൂ. ചട്ടി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കാർഡ്ബോർഡ് തപ്പിക്കണ്ടുപിടിക്കണം ഗൈസ്. പിന്നെ കാർഡ്ബോർഡ് എടുക്കുമ്പോൾ ഏറ്റവും കട്ടി കുറഞ്ഞ കാർഡ്ബോർഡ് എടുക്കുന്നതിന് ഏറ്റവും നല്ലത് ഗൈസ്. ഞാൻ പറഞ്ഞില്ല മുറിക്കാൻ ഭയങ്കര മടിയാണെങ്കിൽ. സോ അതിനു വേണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ഇതില്ലത് മതിയാണ്. സോ കാർഡ്ബോർഡിനെക്കാട്ട് നല്ല എന്താണെന്ന് അറിയുമോ ഗൈസ്? മറ്റേ ട്രാൻസ്പെറൻറ്റ് ഷീറ്റില്ലേ, അതാണെങ്കിൽ A4 ഷീറ്റിലില്ലേ, A4 സൈസിലില്ലേ, അതാണെങ്കിൽ നമുക്ക് നേരെ ഇങ്ങോട്ട് ഒട്ടിക്കാം. പക്ഷേ അതിൻ്റെ ഒറ്റൊരു കുഴപ്പമില്ല ഗൈസ്, ഈ പേപ്പറും പ്ലാസ്റ്റിക്കും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്ത സാധനങ്ങളാണ് ഗൈസ്. ഒരു ബന്ധമില്ല ഇവർക്ക് എന്ന് പറയുമ്പോൾ. അതാണ് ഗൈസ് മെയിൻ കാര്യം എന്ന് പറയുമ്പോൾ. സോ അതേ ഉള്ളൂ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സോ നമുക്ക് തക്കത്തിലിട്ട് ഇനി ചട്ട കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്ന് പോകാം. സോ ചട്ടക്ക് വേണ്ടി നമുക്ക് പോയാലോ? അപ്പം ചട്ട കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. യെസ് ഗായ്സ്, ഐ ഗോട്ട് ഇറ്റ്, ദ കർബോർഡ്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ഒരു കർബോർഡ് ചട്ടൻ. ഈ ഒരു കർബോർഡ് ചട്ടന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പേപ്പർ ഞാൻ എന്തിനാ എക്സ്ട്രാ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പർ നമുക്ക് എക്സ്ട്രാ ആയിട്ട് വേണം ബിക്കോസ് ഓഫ് ദ സൈസ്. കാരണം നമുക്കിതിൻ്റെ ഒരു സൈസ് കിട്ടണമല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഗൈസ് ഞാനെൻ്റെ ചെറുതായിട്ടൊന്ന് ഇതാക്കി വെച്ചത്. കണ്ട ഇതിൻ്റെ സെയിം സൈസസ് തന്നെ നമുക്കൊന്ന് മുറിച്ചെടുക്കണം. സോ നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ സൈസസൊക്കെ കൂട്ടാൻ കുറയ്ക്കാം. നോ ഫൺ ഫോർ മീ. സോ ഗൈസ് ഞാൻ ആക്ച്വലി എന്ന് പറയുമ്പോൾ സെയിം സൈസ് വേണം, കുറച്ച് ഇത് കട്ടി വേണമെന്നാണ്. ജേർണൽ ബുക്ക് ആയതുകൊണ്ട് തന്നെ സെയിം സൈസ് ഞാൻ ചെയ്യുന്നു. ആക്ച്വലി നമുക്ക് ഇത്രയേ കട്ടി വേണ്ട കാർഡ്ബോർഡിന്. സോ ഞാനൊരു റിയലി ആയിട്ടുള്ള കാർഡ്ബോർഡ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് കുറച്ച് മാറ്റുന്നുണ്ട് ഗൈസ്. സോ നിങ്ങൾ വേണമെങ്കിൽ മാത്രം നിങ്ങൾ കുറച്ച് മതി കേട്ടോ. ഞാൻ ഒട്ടും നിർബന്ധിക്കുന്നില്ല ഈ ഒരു പരിപാടിക്ക് വേണ്ടി. കാരണം എനിക്കതിൽ കട്ടി വേണ്ടാത്ത ചട്ടയാണ് വേണ്ടത്, കട്ടിയില്ലാത്തൊരു ചട്ടയാണ് ഗൈസ് വേണ്ടത് എനിക്ക്. എവിടെ നിങ്ങൾ കിട്ടുമോ നോക്കിയിട്ട് വരാം ഗൈസ്. അപ്പം നോക്കിയിട്ട് വല്ല കിട്ടിക്കഴിഞ്ഞാൽ മാത്രം ഞാൻ ഇത് മാറ്റാം. ഓക്കെ ഗൈസ്, എനിക്കൊരു പുതിയൊരു മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എനിക്കിതാണ് ഞാൻ പണ്ടൊരു ഓയിൽ പേസ്റ്റ് വാട്ടർ കളറിന് വേണ്ടിയിട്ടതാണ് എന്താണ് ക്യാൻവാസ് എന്തായിരുന്നു ഗൈസ്, പേപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അക്രിലിക് ഷീറ്റായിരുന്നു. അപ്പോൾ ക്യാൻവാസ് പേപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ
സോ അതിൻ്റെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. സോ ആ ഒരു സംഭവമാണ് ഞാനിപ്പോൾ ചെയ്യാനായി പോകുന്നത്. സോ ക്യാൻവാസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കുഴപ്പമില്ലായിരുന്നു വിചാരിക്കുന്നു. പിന്നെ ക്യാൻവാസ് പേപ്പർ ഏറ്റവും വലിയ അതിശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേപ്പർ ഫസ്റ്റ് നിങ്ങളൊന്ന് നോക്കൂ ഗൈസ്. ഇനി അതിൻ്റെ മുകളിൽ ഇതൊന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് സൈസാണ് ഗൈസ്. ക്യാൻവാസ് പേപ്പർ വെട്ടേണ്ട ആവശ്യം എനിക്ക് ഇല്ല ഗൈസ്. വാവ്. സോ ഗൈസ് ഞാൻ റെഡ് ക്യാൻവാസ് പേപ്പർ രണ്ടാമത് യൂസ് ചെയ്യുന്നുണ്ട്. സോ യു ക്യാൻ യൂസ് കബോർഡ് ഓർ PSP ഷീറ്റ്. ഇത് രണ്ടിലേത് വേണം യൂസ് ചെയ്യാം. സോ എക്സ്ട്രാ പേപ്പറിൻ്റെ ആവശ്യമേ എനിക്ക് വന്നില്ലായിരുന്നു. ആക്ച്വലി കാർഡ്ബോർഡ് യൂസ് ചെയ്യണമെങ്കിൽ എന്തായാലും PSP വേണം, എക്സ്ട്രാ ഷീറ്റും വേണമായിരിക്കും. PSPക്കകത്ത് ജസ്റ്റ് ഫ്രണ്ട് പേജ് മാത്രം നിങ്ങളൊന്ന് ചെയ്താൽ മതിയായിരുന്നു. അത് എൻ്റെ വിചാരം. സോ ഗൈസ് എന്തായാലും സംഭവം സെറ്റാക്കാൻ പോവാണ് ഗൈസ്. ഇപ്പോൾ 2 പേപ്പർ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർട്ട് ഇസ് ദ ബെസ്റ്റ്. ഐ എം ടെലിങ് ചാർട്ട് ഇസ് ദ ബെസ്റ്റ് ഗൈസ്. സോ ഗൈസ് ഞാൻ എന്തായാലും A4 ഷീറ്റ് എടുക്കണോ ചാർട്ട് എടുക്കണമെന്ന് ഞാൻ നോക്കാം. എന്തെങ്കിലുമൊക്കെ തപ്പി പിടിച്ച് കൂട്ടുകട്ടെ ഗൈസ്. അപ്പോൾ തപ്പിയിട്ട് കാണാം ഗൈസ്. ഗൈസ് ഞാനിങ്ങനെ തപ്പി പോകുമ്പോഴായിരുന്നു ഗൈസ് എൻ്റെ കണ്ണിൽ എൻ്റെ വർക്ക് എക്സ്പീരിയൻസിൽ ഞാൻ പോയപ്പോൾ കൊണ്ടുപോയ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടിപ്പെട്ടത്. സോ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചത്. എന്തൊക്കെ ഉണ്ടാവും അതൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു. സോ ഫസ്റ്റ് എനിക്ക് കണ്ടിപ്പെട്ടതാണ് ഈ ഒരു ഗ്ലിറ്റർ. ഇത്രയും വിചാരിച്ചത് അല്ല ഗ്ലിറ്ററല്ല സ്വീക്കൻസ്. എത്രയാണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സ്വീക്കൻസിലാണ്. സ്വീക്കൻസിൻ്റെ ക്രാഫ്റ്റൊക്കെ വരുന്നതായിരിക്കും വഴിയെ ഒറിജിനൽ മോഡ് ഉണ്ടാവും സ്വീക്കൻസിനാണ്. സ്വീക്കൻസ് എനിക്ക് വളരെ അധികം ഇഷ്ടമുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ഞാനതിലാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. സ്വീക്കൻസ് മാത്രമല്ല അവിടെ കുറച്ച് ഗമ്മ് വെച്ചിട്ടുണ്ട്. ഗമ്മിൻ്റെ അടുത്ത് എനിക്ക് സ്വീക്കൻസും വെച്ചിട്ടുണ്ട് അങ്ങനെ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ സ്വീക്കൻസ് ഇട്ടുണ്ട് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. കവറിൽ തന്നെ കുറച്ച് സ്വീക്കൻസൊക്കെ വീട് കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും കുറച്ച് ഇതായിട്ട് ഒട്ടിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഞാൻ വർക്ക് എക്സ്പീരിയൻസിൽ പോയപ്പം ഗമ്മ വെച്ച് ചെയ്തപ്പോൾ ഒട്ടിയതായിരിക്കാം. സ്വീക്കൻസ് സ്വീക്കൻസൊക്കെ അങ്ങനത്തെ സ്വീക്കൻസൊന്നും ആ കളറിൽ തന്നെ ഞാനുള്ളത്. ഇതാണ് കുറച്ച് സ്വീക്കൻസില്ലേ നിലത്ത് ഫോണിലേക്ക് എടുക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയുന്നത് ഈ വെള്ളം വെക്കും. അപ്പോൾ വെള്ളം പറ്റും. ഈ ടൈമിലായിരുന്നു വേസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. സ്വീക്കൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെയും കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനത്തെ മാത്രം എനിക്ക് വല്ല കൂട്ടം ഞാൻ നോക്കിയിട്ടാണ് ഷീറ്റ്സ് ഒക്കെ ഉണ്ട്. ഞാനൊരു ഷീറ്റ് കളക്ഷൻ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അഫ്കോഴ്സ് എനിക്ക് അറിയാം എൻ്റെ കണ്ണിൽ ഒരു വലിയൊരു സാധനങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഇത്രയോ വലിയൊരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് എനിക്കറിയാം ഇത്ര വലിപ്പെടുക CLP ഗ്ലിറ്ററുണ്ട്. ആക്ച്വലി ഒരു A4 ഷീറ്റിൻ്റെ പേപ്പർ സൈസായിട്ട് സാധാരണ വരാം. അതുകൊണ്ട് ഇത് എക്സ്ട്രാ സൈസ്ഡാണ്. ഇതൊരു വലിയൊരു ഗ്ലിറ്റർ ഷീറ്റാണ്. സോ ഇത് നല്ല കണ്ടു വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതിനെ ഒന്ന് എടുക്കാറുണ്ട്. പിന്നെ നല്ല കുറച്ച് വേസ്റ്റ് അഗെയിൻ സം വേസ്റ്റസ് ആയിക്കോട്ടെ. ഇതൊക്കെ ഫോം ഷീറ്റ്സ് ആണ്. പിന്നെ ഞാൻ എപ്പോഴും ഗ്ലിറ്റർ വാങ്ങുന്നത് ഗ്ലിറ്റർ ഫോം ഷീറ്റ് വാങ്ങുന്നുണ്ട്. കാര്യം എനിക്ക് റബ്ബർ ബാൻഡ് കിട്ടി. റബ്ബർ ബാൻഡ് എൻ്റെ വീട്ടിലെ റബ്ബർ ബാൻഡ് കണ്ടീഷനാണ്. റബ്ബർ ബാൻഡ് എനിക്ക് വളരെ സന്തോഷമുള്ളത്. സോ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലിറ്റർ ഷീറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനോ ഒരു വർക്ക് എക്സ്പീരിയൻസിന് വേണ്ടി കഴിഞ്ഞ വർഷം പോയതാണ്. ഈ വർഷത്തെ വർക്ക് എക്സ്പീരിയൻസിന്
എനിക്കത് കിട്ടിയിട്ടുണ്ട്. അതിപ്പം സബ്ജസ്റ്റഡ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ സെലക്റ്റഡ് ആയിട്ടുണ്ട്. സബ്ജസ്റ്റിന് വേണ്ടി പറയുന്നുണ്ട്. സോ പിന്നെ ഞാൻ എൻ്റെ കണ്ണിൽ ഇപ്പോഴും ഞാനിതൊന്ന് ചട്ടയാക്കിയാലോ ആക്കിയാലോ കരുതുന്നുണ്ട്. ബട്ട് നമ്മൾ കളർ കോമ്പറ്റീഷനിൽ അത് ബാധിക്കുന്നതുകൊണ്ട് ഞാൻ ആക്കാൻ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. കാരണം ഇത് ആക്ച്വലി ഈ ഒരു ഞാൻ ഉദ്ദേശിക്കുന്ന പവായാണ്. പവായ ടീമിലോട്ട് ഇത് കാഴ്ച ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു ഡിസ്കോ ടീമാണ്. ഡിസ്കോ ടീമിലെല്ലാവരും ബാധിക്കുന്നത് ഇത് ആക്ച്വലി കാണുമ്പോൾ എനിക്ക് തോന്നുന്നതെന്നാണ് പിങ്ക് ഞാൻ ഉറപ്പായിട്ടും യൂസ് ചെയ്യുന്നത്. എന്തിനോ ഒരു സാധനത്തിന് വേണ്ടി ബാക്ക്ഗ്രൗണ്ടിലാണ് തോന്നുന്നത്. ഇത്രയും വലിയൊരു ഡിസ്കോ ഷീറ്റാണ്. സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലായിരുന്നു ഈ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ എത്ര വലിയതാണല്ലോ ഇത് ഈ ഷീറ്റ് എന്ന് പറയുമ്പോൾ. ഇതിൻ്റെ സൈസ് വ്യത്യാസങ്ങൾ തന്നെ ഞാനൊന്ന് നമുക്കൊന്ന് കാണിച്ചു തരുന്നത്. എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് സൈസ് വ്യത്യാസങ്ങളുണ്ട്. ഇതിൻ്റെ A to Z പോലത്തെ ഒരു സൈസും ഡിഫറൻസും പറയുന്നുണ്ട്. ആദ്യം തന്നെ വലുത്, അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് വലുത്, ചെറുത്, പിന്നെ A4 ഷീറ്റ്, A4 ഷീറ്റിനെക്കാട്ടും A5 ഷീറ്റും ഉണ്ട്. A5 സോ ഇത്രയും സാധനങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു A2 or A1 ഒരു സൈസാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്കും വലുതാണ് അത്. പിന്നെ ഇതെനിക്ക് A4 ആയിട്ട് തോന്നുന്നു. A3 ആയിട്ടാണ് എനിക്കിത് തോന്നുന്നത്. പിന്നെ ഇത് A4 ആണ്, അത് നമുക്കെല്ലാവർക്കും അറിയാം. ഇത് A5 ആണ്, അതും നമുക്കറിയാം. ഇത്രയും സൈസ് ഡിഫറൻസ് വരുന്ന സാധനങ്ങൾ ഉണ്ടായിട്ടാണ്. സോ ഇത് നമുക്ക് വീണ്ടും ഒന്ന് ചുട്ടിക്കുട്ടി മടക്കി വെക്കണം ഗൈസ്. സോ അതുണ്ടായിരുന്ന പോലെ തന്നെ ഞാൻ വേണ്ട ഒക്കെ ഒരു ചുട്ടിക്കുട്ടി രീതിയിലായിരുന്നു ഗൈസ് അതുണ്ടായിരുന്നത്. എനിക്ക് ഈ ഒരു പേപ്പർ യൂസ് ചെയ്യണമെന്നുണ്ട് ഗൈസ്. ബട്ട് നമ്മൾ വളരെ ടീമിലോട്ട് ഒട്ടും ചേരാത്തൊരു കാര്യമാണ് ഗൈസ് ഇതെന്ന് പറയുമ്പോൾ. സോ ഓൺലി ഫോർ ദാറ്റ് ഐ ആം നോട്ട് യൂസിങ് ദിസ് തിങ്. ഓ യെസ്, ഒരു നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. Only for this only I am not using this thing. നമുക്ക് എന്തായാലും ഒരു റബ്ബർ ബാൻഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതാണ് എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ടതായിട്ടുള്ളത്. അപ്പോൾ റബ്ബർ ബാൻഡിൻ്റെ റബ്ബർ ഷീറ്റുള്ളത്. സോ നമുക്ക് ഇത് എടുത്തിട്ട് അവിടെ തന്നെ കൊണ്ടുവയ്ക്കാം. വീണ്ടും നമുക്ക് ചെല്ലാൻ വേണ്ടി പോകാം ഗൈസ്. അത് ഞാൻ ഹാപ്പി ആയിട്ട് വന്നു സീക്വൻസ് കിട്ടി. അതാണ് ഗൈസ് എൻ്റെ ഏറ്റവും വലിയ ഹാപ്പി എന്ന് പറയുന്നത്. ഈ കുറച്ച് വീക്കെൻഡ്സ് ഓക്കെ ഞാൻ പോയിട്ട് ബാക്കി വല്ലതും കണ്ടുപിടിക്കാൻ പോയിട്ട് വരട്ടെ. ചട്ടായിപ്പോൾ ഗൈസ് എനിക്കൊരു ഐഡിയ കിട്ടി ഗൈസ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഷീറ്റും ഒരേപോലെയാണ് ഒരു സൈഡ് എന്ന് പറയുമ്പോൾ. സോ ഞാൻ പകുതി ഈ സൈഡ് തന്നെ പറ്റാത്ത പോലെയും പകുതി ആ സൈഡും അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ നമുക്കൊരു ഈക്വൽ എന്നായിരിക്കും. ഇനി ഈ ഒരു സാധനം നമുക്കൊന്ന് ഗം തേച്ച് വെച്ചാലോ. സോ ഗൈസ് ഞാനിതാണ്ട് ഫിക്സ് ചെയ്തിരുന്നു. ഇങ്ങനെയാണ് ഗൈസ് ഇത് ഫിക്സിങ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വെച്ചിട്ട് വേണമെങ്കിലും കവർ ചെയ്യാം ഗൈസ്. അത് അപ്പത്തെ പരിപാടികളാണ് ഗൈസ്. സോ അത് ഞാനിതാണ്ട് ഒട്ടിക്കാൻ പോകുകയാണ് ഗൈസ്. ഒട്ടിക്കൽ പരിപാടിയാണ് ഗൈസ് ആദ്യത്തെ പരിപാടി. ഞാൻ ആദ്യം ഒരു കാര്യം പറയാം ഗൈസ്. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ A4 ഷീറ്റ് മണ്ടക്ക് ഒട്ടിക്കുന്ന കാണാനില്ല സാധനം ഒട്ടിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഫെവിക്കോൾ യൂസ് ചെയ്യരുത്. പകരം ഫെവിസ്റ്റിക്ക് യൂസ് ചെയ്യുക ഗൈസ്. കാരണം ഫെവിക്കോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവനും അവർ പാട് കാണും ഗൈസ്. എനിക്ക് ഫെവിക്കോളിൻ്റെ കുഴപ്പം നേരെ നമ്മൾ A4 ഷീറ്റിലോട്ട് തേക്കുമ്പോൾ കുഴപ്പമാണ് ഗൈസ്. എന്നാൽ മറ്റേലോട്ട് തേക്കുമ്പോൾ കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഞാനിതെൻ്റെ തേക്കാൻ പോകുന്നത്. ഈ സൈഡ് ആക്ച്വലി ഞാൻ തേക്കുന്നത് ഈ സൈഡാണ് ഗൈസ്. സോ എന്തൊക്കെ നോക്കിയാൽ എങ്ങനെയൊക്കെ തേക്കണ്ടെന്നൊന്നും എനിക്കറിയില്ല ഗൈസ്.
എൻ്റെ ഒരു നിഗമനത്തിൽ വെച്ചിട്ടേക്കുള്ളൂ ഗൈസ്. ഞാൻ അളവൊന്നും എടുത്തിട്ടല്ല ചെയ്യുന്നത്. ഓഫ് ഫേവിസ്റ്റിക്ക് ഒരു വട്ടം നമുക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞല്ലേ ഇത് പിന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ കുറച്ച് പണിയാണ് ഗൈസ്. കാരണം ഫേവിസ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യുമ്പില്ലേ ഡെയിലി ഒന്ന് യൂസ് ചെയ്തു ഒരു ഡെയിലി 2 ദിവസം ഒരാഴ്ച മുഴുവൻ ഇത് മാത്രം വെച്ചിട്ട് ഒട്ടിച്ച് ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിൻ്റെ ഫാനാകും ഗൈസ്. പിന്നെ ഫെവിക്കോൾ ഒന്നും നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റാവില്ലത്. അതാണ് ഗൈസ് ഇതിൻ്റെ ഒരു മാജിക് എന്ന് പറയുമ്പോൾ. അവർ മാജിക്കൊന്നും ഞാൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്യുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫെവിക്കും സ്റ്റിക്കും ഞാൻ യൂസ് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫെവി മറ്റേ ഗമ്മില്ലേ മറ്റൊരു പച്ച കളറിലല്ലേ ഈ ഒരു കളറിലല്ലേ യെല്ലോയിഷ് ഒരു യെല്ലോയിഷ് കളറിൽ ഈ ഒരു കളറിലുള്ളൊരു സ്റ്റിക്കല്ല ഗൈസ്. ആ സ്റ്റിക്കാണ് ഗൈസ്. പിന്നീട് ഞാൻ ഒരു സൈഡ് കണ്ടേ ഈ ഫോം ബോർഡ് തന്നെ എനിക്ക് വരുവാ ഗൈസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഗൈസ് നമ്മുടെ ഫോം ബോർഡ് ചട്ടനും. കാരണം ഫോം ബോർഡ് നമ്മൾ ഒരു വട്ടം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാർബോർഡിലോട്ട് തിരിഞ്ഞ് നോക്കത്തില്ല ഗൈസ്. അതാണ് ഫോം ബോർഡിൻ്റെ മാജിക്. ഓരോരുത്തർക്കും ഓരോരോ മാജിക് പോലെ തന്നെയാണ് ഗൈസ്. ഈ വെറ്റിക്കുള്ളത് മാജിക്കാണ് ഗൈസ്. ഇത് പറയുമ്പം കുറേ പേര് പറയും ചേച്ചി ഇവിടെ ബാക്കിൽ ചട്ടി ഒട്ടിക്ക് ചേച്ചി എന്നൊക്കെ. സോ ഗൈസ് ഒരു കാര്യം പറയാം, ഈ ചട്ടി ഒട്ടിക്കുമ്പോഴാണ് ഗൈസ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം ഗൈസ്. ചട്ട ഒട്ടിക്കുന്ന ഏറ്റവും ഒരു ഭീകര മണ്ടത്തരം തന്നെയാണ് ഗൈസ് ചട്ട ഒട്ടിക്കുന്നത്. അത് എനിക്ക് തന്നെ കുറേ മാസം കഴിഞ്ഞിട്ടാണ് ഗൈസ് വന്നത്. കഴിഞ്ഞ ഈ ഒരു വർഷമാണ് ഗൈസ് എനിക്ക് മനസ്സിലായത്. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ എപ്പോഴും പൂക്കുണ്ടാക്കുമ്പം ഇവിടെ നടുവിൽ ഒരു ചട്ട വെക്കാറുണ്ട് ഗൈസ്. ഒരു ചെറിയൊരു സ്ലൈസ് ചട്ട ഉണ്ടാക്കുമ്പോൾ ആ ഒരു ചട്ട നമുക്ക് ആവശ്യം വേണ്ട ഗൈസ്. ആ ഒരു ചട്ട വെക്കാനേ പാടില്ല. ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ വെക്കാനേ പാടില്ല. അതാണ് ഗൈസ് മെയിൻ കാര്യം. മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് വെക്കാറുണ്ട് ഗൈസ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ. സോ ഗൈസ് അപ്പം ഇങ്ങനെ നമ്മൾ തന്നെ നടുവിൽ കുറച്ച് വിട്ട് സെറ്റാക്കി വെച്ചു. ഇനി ഇവിടെ നടുവിൽ കുറച്ച് പശുക്ക് ഗമ്മുക്കുണ്ട് ഗൈസ്. സോ ആ ഗമ്മുക്കൊന്ന് ഉണങ്ങിയിട്ട് ആണ് ഗൈസ് ഭയങ്കര സെറ്റായിട്ടാണ് ഗൈസ്. ബാക്കിലൊക്കെ നോക്കുമ്പോൾ ഒരു ചട്ടാലുക്ക് തന്നെ ഇല്ലേ, ചട്ടാലുക്കില്ലേ ഗൈസ്, ചട്ടാലുക്ക്. പക്ഷേ A4 ഷീറ്റിന് പ്രശ്നം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കളറിൽ ആയി കുഴപ്പം. സോ ഇതിൻ്റെ മുകളിൽ ചിലപ്പോൾ ഞാൻ ഇതേ ഷീറ്റ് തന്നെ ഒട്ടിക്കാനുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ് ഗൈസ്. സോ കൂടുതലൊക്കെ ഞാൻ കുറയ്ക്കുന്നുണ്ട് ഗൈസ്. ഞാനത് ഒട്ടിക്കുന്നില്ല ഗൈസ്. കാരണം ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ച് അടമ്പരിയായി പോകും ഗൈസ്. അത് ഞാൻ ഒട്ടിക്കുന്നില്ല. ബാക്കിയൊക്കെ നമുക്ക് ഇതൊക്കെ ഉണങ്ങിയിട്ടൊന്ന് കാണാം. അപ്പം 5 മണിക്കൂർ രണ്ടും ഒന്ന് ഉണങ്ങാനായി വെക്കണം. സോ ഞാൻ അതൊക്കെ 5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഗൈസ്. സോ ഗൈസ് നമ്മളെന്താണ്ട് ഈ സംഭവമൊക്കെ ചട്ടയൊക്കെ സെറ്റായി ഉണങ്ങി വന്നിട്ടുണ്ട്. ചട്ടയൊന്നും ഉണങ്ങണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു. നമ്മളെ ബുക്ക് ഉണങ്ങണമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ബുക്ക് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പശ വെച്ചിട്ടൊന്ന് ഇതൊന്ന് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഞാനും വിട്ട് വന്നാലും വിചാരിച്ചിട്ട്. സോ പിന്നെ ഇങ്ങനെ സെക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒട്ടിക്കാനും വലിയ പണി ഉണ്ടാവില്ല വിചാരിച്ചിട്ടാണ് ഞാനിതൊന്ന് ഒട്ടിച്ച് സെറ്റാക്കിയെന്ന് പറയുമ്പോൾ. സോ പിന്നെ നമ്മളെന്താണ്ട് ഇതിങ്ങനെ വെച്ചാൽ മതി ജസ്റ്റ് ഒന്ന്. പിന്നെ നീളം കുറച്ച് കൂടിയെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ആക്ച്വലി നീളം കുറച്ച് കൂടിപ്പോയിട്ടുണ്ട് ഗൈസ്. പിന്നെ നമുക്കൊരു A4 ഷീറ്റിൻ്റെ അത്ര മാത്രം മതിയായിരുന്നു ഗൈസ്. പക്ഷേ ഇത് A4 ഷീറ്റിനെക്കാട്ടും അധികമായി പോയി. മാത്രമേ ഉള്ളൂ എനിക്കുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ കുഞ്ഞായിട്ടുള്ള സ്ഥലം. സോ ഇത്രയും നമുക്ക് വേണം. അതായത് ഈക്വൽ എമൗണ്ടിനെ ഇതൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ
എനിക്ക് നെയ്ക്കൊരു എമൗണ്ട് കിട്ടുമായിരിക്കും അങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അവർ എമൗണ്ടിനനുസരിച്ച് ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ലല്ലോ. എമൗണ്ട് അവിടെ ഉണ്ടെന്നുള്ളൊരു ഓർമ്മക്ക് നല്ല രീതിയിൽ ഇങ്ങനെ വെച്ചാൽ മതിയല്ലോ. പ്ലീസ് എമൗണ്ട് എന്ന് പറയുമ്പോൾ ഇത്രയാണ് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പോയിട്ടുള്ളത് കാണുമ്പോൾ നോക്കുമ്പോൾ അങ്ങനെ എക്സ്ട്രാ ഒരു എമൗണ്ട് വേണ്ടത്. സോ ഞങ്ങൾ ഇങ്ങനെയായിട്ട് മടക്കി സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അവരെ എമൗണ്ട് വെച്ചു എന്നിട്ട് ഇത്രയും മാക്സിമം സർവീസസ് ഇതുപോലെ നമ്മളതൊന്ന് വൃത്തിക്ക് വൃത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചപ്പൊക്കെ സെറ്റാക്കുക. പേജും നമ്മൾ ഒട്ടിക്കാൻ പറ്റുന്ന കട്ടിക്ക് സെറ്റാക്കുക. ഈ രീതിയിലേക്ക് ഫ്രണ്ടിൻ്റെ പേര് ഡെക്കറേഷൻ നമ്മൾ സെറ്റാവും. നല്ല വരും ചട്ടം മാറാത്തൊരു ചട്ടങ്ങൾ നിങ്ങളുടെ പേജ് മാറാം. പിന്നെ മറ്റുണ്ടാവും കേസ് ഇത്ര ഉണ്ടാവുമല്ലോ. കേസ് തന്നെ മാക്സിമം ഞാൻ തന്നെ കുറേ ശ്രമത്തിന് അതാണ്ട് ഒരു അടിപൊളി ഫൈനൽ കേസ് ഇത് വെച്ചിട്ടുണ്ട്. കേസ് ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്താൽ മാത്രം മതി. കേസ് ആവശ്യമില്ല. എൻ്റെ നമ്മൾ ഒട്ടിക്കണ്ട. ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബോറി ഫീലിംഗ് ആവുമെന്നാണ് എൻ്റെ ഒരു അറിവിൽ ഞാൻ പറയുന്നത് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ഗം ചെയ്തേക്കണം. ഞാനത് ഒട്ടിക്കാൻ വേണ്ടി നമ്മളെ ഫെവിക്കോൾ ചട്ടന് തന്നെയാണ് ഗസ് ഒട്ടിക്കുന്നത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനും പിശുക്കൊന്നും കാണിക്കേണ്ട. അധികം നല്ലോണം അങ്ങ് വേര് തിരിച്ചാൽ മതി. പിശുക്ക് കാണിക്കരുത്. ഒന്നിനും നമുക്ക് അധികം പിശുക്കൊന്നും കാണിക്കണ്ട. പിശുക്ക് കാണിച്ച് കഴിഞ്ഞാൽ പിശുക്ക് കുറച്ച് പഠിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാവും ഗസ്. നല്ലോണം നിങ്ങൾ വാരി തിരിച്ചത് കൊണ്ട് തന്നെ ഞാൻ ലിമിറ്റൊന്നും പറയുന്നില്ല. ലിമിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ലിമിറ്റിട്ട് കുറവ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊന്നും വേണ്ടെന്ന് പറയുകയും ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാവും. പിന്നെ ഒട്ടുമ്പോൾ വിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ടോ. ഒക്കെ പേജ് വിട്ട് വരും. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഞാൻ എൻ്റെ ഒരു അറിവിലുള്ളൊരു ഓർമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ആണെന്നാണ് എൻ്റെ അടുത്ത് എനിക്ക് യെസ് ഗൈസ് ഓഫ് കോഴ്സ് ഗൈസ് ഞാൻ പാടുണ്ടായിരുന്നു. ചെറുതായിട്ടൊരു പാട്ടുണ്ടായിരുന്നതാണ്. പാട്ടുള്ള ഗൈസ് പാടുണ്ടായിരുന്നു ഗൈസ്. പാടിൻ്റെ മുകളിൽ മണ്ടൊക്കെ ഞാൻ ഒട്ടിച്ച് താഴെയുണ്ട് ഗൈസ്. ട്രയലിലും ഉണ്ട്. അത് ട്രയലായിരുന്നത് ഗൈസ്. അത് റിയലായിപ്പോയി ഗൈസ്. എന്നുവെച്ചാൽ നമുക്ക് സക്സസ് ആയി കിട്ടി. ഈ ഗൈസിൻ്റെ ബുക്ക് റെഡിയാക്കുകയാണ് ഗൈസ്. ബുക്ക് ഉണ്ടാക്കിയില്ലെന്ന് പറഞ്ഞ് പ്രശ്നമാണ് ഗൈസ്. ഇപ്പം ബുക്കുണ്ടൊക്കെ റെസിപ്പിയൊക്കെ നിങ്ങളെല്ലാവരും കണ്ടതാണ്. എന്താ കഴിഞ്ഞാൽ അങ്ങനെ ഞാനിങ്ങനെ ചട്ടയൊന്നുമില്ല. അതൊരു ബുക്കുണ്ടാക്കുന്നത് ഇപ്പോൾ മാത്രമല്ല. ഇപ്പോൾ ഞാനങ്ങനെ തന്നെയായിരുന്നു ഉണ്ടാക്കാറ്. ഇപ്പം ആദ്യത്തെ എൻ്റെ ചട്ട യൂസിങ് ബുക്കാണ് ഗൈസ്. ഇത് ഫസ്റ്റ് ചട്ട ബുക്കാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കിയ ചട്ട യൂസ് ചെയ്തത് ആദ്യത്തെ ബുക്കാണ് ഗൈസ്. ആദ്യമായിട്ടാണ് ഗൈസ് ചട്ട ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഗൈസ് അങ്ങനെ വീടൊക്കെ അത് ഇങ്ങനെ കണ്ടതാണ്. ഇതെന്തായാലും ഇങ്ങനെ ചെയ്യേണ്ടത്. ഇതെങ്ങനെ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യേണ്ടത്. ആദ്യമായിട്ടൊരു ചട്ട ബുക്കുകൾ തന്നെ ഞാനിങ്ങനെ നല്ലോണം കുറേ നേരം പിടിച്ചിട്ടുണ്ട് ഗൈസ്. സാധാരണ വീടൊക്കെ ബുക്ക് ഉണ്ടാക്കുമ്പോൾ 15 പേജൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെയാണ് കണ്ടത്. ഒരു എത്ര പേജായിരുന്നു ഗൈസ്? 70 പേജാണെന്നൊക്കെ യൂസ് ചെയ്തിരുന്നു. ആക്ച്വലി 70 പേജൊക്കെ യൂസ് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. 70 പേജായിട്ട് ഞാൻ ബുക്കിൽ ഉണ്ടാക്കണം ആദ്യമായിട്ടാണ് ഗൈസ്. ചട്ട ബുക്ക് ഫസ്റ്റ് ബുക്ക്
കഴിഞ്ഞിട്ട് ചട്ടാബുക്കല്ല ചട്ടാബുക്ക് തന്നെയാണ്. ചട്ടാബുക്ക് ഞാനുണ്ട് അവിടെ വെച്ചിട്ടുണ്ട് ഉണങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ഒന്ന് ശരിയാക്കാനുണ്ട്. നമ്മുടെ ചട്ടാബുക്കൊക്കെ ഞാൻ ഒട്ടിച്ച് കുറേ നേരം അടിച്ചും വീട്ടിച്ചും ഒക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി കുറച്ച് നേരം നമുക്ക് ചട്ടാബുക്ക് അങ്ങനെ ഇരിക്കട്ടെ ഗൈസ്. ആദ്യത്തെ ചട്ടാബുക്കായതുകൊണ്ട് ചട്ടാബുക്ക് അങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ബാക്കിയുള്ള വല്ല ബുക്കൊക്കെ ചെയ്യണമെങ്കിൽ ഒരു സപ്ലൈസൊക്കെ വേണ്ടേ. അപ്പോൾ നമുക്കൊരു സപ്ലൈസും കൂടെ ഒക്കെ ഉണ്ടാക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ആക്കണം. സോ അതൊക്കെ നമുക്ക് ആക്കാം വഴിയെ. So wait for the supplies also. So guys, bye guys. ഈ ഒരു ബുക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഉണങ്ങിയിട്ട് പെയിൻ്റൊക്കെ അടിക്കാം. അപ്പോൾ ഉണങ്ങുന്ന വരെ കാണാം, ഉണങ്ങിയിട്ട് കാണാം ഗൈസ്. ഉണങ്ങി പെയിൻ്റ് അടിച്ചിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടി ചെയ്യാൻ. പിന്നെ ഞാനൊരു കാര്യം കൂടെ പറയാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചട്ടാബുക്കിൻ്റെ സപ്ലൈസൊക്കെ ഉണ്ടാക്കണം നമുക്ക്. സോ സപ്ലൈസൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടാക്കുന്നതാണ്. സോ ബൈ എല്ലാവർക്കും. ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ എന്ന് പറയുമ്പോൾ. ഇനി കുറച്ച് നേരം പെയിൻ്റ് അടിച്ച് സെറ്റാക്കിയാൽ മാത്രം മതി. ഇനി സപ്ലൈസ് ഞാൻ ഉണ്ടാക്കും. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചട്ടാബുക്ക്. ഇനി പെയിൻ്റ് അടിച്ച് കുട്ടപ്പിയാക്കണം. അതും എൻ്റെ ഇതിനകത്ത് തന്നെ വേണമെങ്കിൽ ഞാൻ നെക്സ്റ്റ് പാർട്ടിലിടാം. ഇത്രയും ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം. പിന്നെ ബെല്ലൈക്കനെ അടിച്ചു പൊട്ടിച്ചാൽ മാത്രമേ ഈ ഒരു ഇഷ്ടപ്പെട്ട ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വരത്തുള്ളൂ. പിന്നെ യൂസ്ഫുള്ളായ ക്രാഫ്റ്റ് വീഡിയോസും വരത്തുള്ളൂ. ഈ മഴയൊക്കെ നല്ല ഞാൻ ഇടാറുണ്ട്. സോ ബൈ. ഇത്രയില്ല എൻ്റെ വീഡിയോ. എല്ലാവർക്കും ടാറ്റാ.